ഹിക്മാക്കീസ് ക്ലാസ് 5 and 6 ഭാഗം 3. കുട്ടികളുടെ മൗദൂദി എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ക്വിസാണ് ഈ വീഡിയോ. 1. ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമായിരുന്നു അലിഗഡിലെ ആംഗ്ലോ മുഹമ്മദൻ സ്കൂളിൽ? ഇംഗ്ലീഷ് രീതിയിലുള്ള. 2. ആരുടെ പ്രേരണ മൂലമാണ് സയ്യിദ് അഹമ്മദ് ഹസൻ അലിഗഡിലെ ആംഗ്ലോ മുഹമ്മദൻ സ്കൂളിൽ ചേർന്നത്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ. 3. അലിഗഡിലെ ആംഗ്ലോ മുഹമ്മദൻ സ്കൂളിൻ്റെ സ്ഥാപകനാര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 4. അബുൽ അഅ്ല മൗദൂദിയുടെ വല്ലിപ്പയുടെ പേര്? സയ്യിദ് ഹസൻ. അബുൽ അഅ്ല മൗദൂദിയുടെ പിതാവ് സയ്യിദ് അഹമ്മദ് ഹസൻ. സയ്യിദ് അഹമ്മദ് ഹസൻ്റെ പിതാവാണ് സയ്യിദ് ഹസൻ. 5. സയ്യിദ് അഹമ്മദ് ഹസൻ നിയമത്തിൽ ബിരുദമെടുത്തത് എവിടെ നിന്നാണ്? ഇലാഹാബാദിൽ നിന്ന്. 6. സയ്യിദ് അഹമ്മദ് ഹസൻ്റെ ആദ്യ ഭാര്യയുടെ പേര് അമത്തുൽ ഹബീബ്. 7. സയ്യിദ് അഹമ്മദ് ഹസന് അമത്തുൽ ഹബീബയിൽ പിറന്ന കുട്ടികളുടെ പേര്? ഇസ്മത്ത് ഖാത്തൂൻ, അബു മുഹമ്മദ്, അബു കാസിം. 8. അമത്തുൽ ഹബീബയുടെ മരണത്തിന് ശേഷം സയ്യിദ് അഹമ്മദ് ഹസൻ വിവാഹം ചെയ്തത് ആരെ? റുഖിയ ബീഗം. 9. റുഖിയ ബീഗത്തിൻ്റെ നാട് എവിടെയാണ്? ഹൈദരാബാദ്. 10. ഔറംഗാബാദ് പട്ടണം നിർമ്മിച്ചതാര്? മുഗൾ ചക്രവർത്തി ആലംഗീർ. 11. ഔറംഗാബാദിന് ആ പേര് നൽകിയതാര്? മുഗൾ ചക്രവർത്തി ആലംഗീർ. 12. ഷാജഹാൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഏത് പ്രദേശത്തെ ഗവർണറായിരുന്നു ആലംഗീർ? ദക്കാൻ. 13. സയ്യിദ് അഹമ്മദ് ഹസൻ ഔറംഗാബാദിലെത്തിയത് എന്തിനായിരുന്നു? കേസ് വാദിക്കാൻ. 14. ഔറംഗാബാദിൽ സയ്യിദ് അഹമ്മദ് ഹസൻ പരിചയപ്പെട്ട മതപണ്ഡിതനും സൂഫി വര്യനുമായ കോടതി ജഡ്ജി ആരായിരുന്നു? മൗലവി മുഹമ്മദ് മുഹിയുദ്ദീൻ. 15. ആരുമായുള്ള സമ്പർക്കമാണ് സയ്യിദ് അഹമ്മദ് ഹസനെ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തത്? മൗലവി മുഹമ്മദ് മുഹിയുദ്ദീൻ്റെ. മുഹിയുദ്ദീനുമായുള്ള ബന്ധമാണ് ഇസ്ലാമിക കാര്യങ്ങളിൽ കൂടുതൽ സമ്പർക്കമുണ്ടാക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചത്. 16. സയ്യിദ് അഹമ്മദ് ഹസനോട് ഇനി ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് അബുൽ അഅ്ല മൗദൂദി എന്ന് പേരിടണമെന്ന് പറഞ്ഞത് ആരാണ്? സയ്യിദ് അഹമ്മദ് ഹസൻ്റെ വീട്ടിൽ വന്ന ഒരു സൂഫി വര്യൻ. അദ്ദേഹം അവിടെ ധാരാളം ദിവസം താമസിച്ചിരുന്നു. 17. അബുൽ അഅ്ല മൗദൂദി ജനിച്ചത് എന്ന്? 1903 സെപ്റ്റംബർ 25. 18. പരലോകത്തിലെ സൗഭാഗ്യം നേടാൻ ഭൂമിയിലെ സൗഭാഗ്യം പാടെ തള്ളിക്കളയേണ്ടതില്ല. സയ്യിദ് അഹമ്മദ് ഹസനോട് ഇത് പറഞ്ഞത് ആരാണ്? മൗലവി മുഹമ്മദ് മുഹിയുദ്ദീൻ. സയ്യിദ് അഹമ്മദ് ഹസൻ ഭൗതികമായ ജീവിതത്തോട് വിരക്തി കാണിച്ച് ആത്മീയമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നപ്പോഴാണ് മൗലവി മുഹമ്മദ് മുഹിയുദ്ദീൻ ഈ കാര്യം സയ്യിദ് അഹമ്മദിനോട് പറഞ്ഞത്. 19. അബുൽ അഅ്ല മൗദൂദിക്ക് പിതാവായ സയ്യിദ് അഹമ്മദ് ഹസൻ പ്രാഥമിക വിദ്യാഭ്യാസം വീട്ടിൽ വെച്ച് നൽകിയത് എന്തുകൊണ്ട്? സ്കൂളിലെ ചീത്ത കുട്ടികളുമായി ചേർന്ന് ദുർഗുണങ്ങൾ അഥവാ മോശമായ കാര്യങ്ങൾ പഠിക്കാതിരിക്കാൻ. 20. അബുൽ അഅ്ല മൗദൂദിയുടെ ചെറുപ്പകാലത്ത് ഖുർആൻ പഠിക്കാനിരുത്തുന്ന പ്രായമേതായിരുന്നു? 4 വയസ്സും 4 മാസവും. 21.
സയ്യിദ് അഹമ്മദ് ഹസൻ റുഖിയ ബീഗം ദമ്പതികൾക്ക് ജനിച്ച മക്കൾ ആരെല്ലാമായിരുന്നു? അബുൽ ഖൈർ, അബുൽ അഅ്ല മൗദൂദി. സയ്യിദ് ഹസൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് റുഖിയ ബീഗം. അവർക്ക് ജനിച്ച കുട്ടികളാണ് അബുൽ ഖൈറും അബുൽ അഅ്ല മൗദൂദിയും.